ഡി.കെ. ശിവകുമാർ മന്ത്രിസഭയിൽ പ്രതിസന്ധി രൂക്ഷം. വകുപ്പ് വിഭജനത്തിൽ അതൃപ്തി അറിയിച്ച് മുതിർന്ന നേതാവും മന്ത്രിയുമായ കെ.എച്ച്. മുനിയപ്പയും രംഗത്തെത്തി. പ്രതീക്ഷിച്ച വകുപ്പ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് രാമലിംഗറെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു. ചർച്ചകൾ നടത്തുമെന്ന് ഡി.കെ. പ്രതികരിച്ചു. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നു. ഡി.കെ. മന്ത്രിസഭയിൽ ഒരാൾ രാജിവെച്ചിരിക്കുന്നു. കെ.എച്ച്. മുനിയപ്പ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം കലാപക്കൊടി ഉയർത്തുന്നു. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, പുത്തരിയിൽ തന്നെ കല്ലുകടി എന്ന് പറയും പോലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ടാം ദിവസം തന്നെ ആദ്യ രാജി അല്ലെങ്കിൽ ആദ്യ വിക്കറ്റ് വീഴുകയാണ് ഡി.കെ. ശിവകുമാർ മന്ത്രിസഭയിൽ. അതായത് വകുപ്പ് വിഭജനത്തിൽ അവഗണന നേരിട്ടു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമലിംഗറെഡ്ഡി ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ജലസേചന വകുപ്പാണ് അനുവദിച്ചത്. അദ്ദേഹം ആവശ്യപ്പെട്ടത് ബംഗളൂരു നഗരവികസന വകുപ്പാണ്. അതായത് കർണാടക മന്ത്രിസഭയിൽ ഏറ്റവും പ്രാധാന്യമുള്ള വകുപ്പാണ് ബംഗളൂരു നഗരവികസന വകുപ്പ്. ഈ വകുപ്പ് കൃഷ്ണബൈരേ ഗൌഡയ്ക്കാണ് അനുവദിച്ചത്. താൻ സീനിയർ എം.എൽ.എ. ആയിട്ട് പോലും തനിക്ക് ഈ വകുപ്പ് ലഭിക്കാത്തതിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് വേണമെന്നായിരുന്നു രാമലിംഗറെഡ്ഡിയുടെ ആവശ്യം. ഏതായാലും അത് കൃത്യമായിട്ട് പരിഗണിക്കപ്പെട്ടില്ല. ഇതിനെ തുടർന്നാണ് രാജി കത്ത് നൽകിയത്. ഈ രാജി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെയാണ് മുതിർന്ന നേതാവ് അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന കെ.എച്ച്. മുനിയപ്പ കൂടി കലാപക്കൊടി ഉയർത്തുന്നത്. തന്റെ സീനിയോറിറ്റി ഒരു പരിഗണന ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇത്രയും പ്രധാനപ്പെട്ട നേതാവായിട്ട് കൂടി തനിക്ക് താരതമ്യേന ഈ പ്രാധാന്യം കുറഞ്ഞ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ് അനുവദിച്ചത്. ഒരു ഉപമുഖ്യമന്ത്രി പദം താൻ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഈ വിഷയം തന്റെ പരാതി AICC നേതൃത്വത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയെയും ഈ വിഷയം ധരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഇരു നേതാക്കളും കർണാടകയിലുണ്ട്. അല്പസമയത്തിനകം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്നുണ്ട്. ഈ സമയം കിട്ടിയാൽ അദ്ദേഹത്തെ കണ്ട് തന്റെ അതൃപ്തി അറിയിക്കുമെന്നുകൂടി കെ.എച്ച്. മുനിയപ്പ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഡി.കെ. ശിവകുമാറിനെ സംബന്ധിച്ച് ആദ്യ പരീക്ഷണം അല്ലെങ്കിൽ പാളയത്തിൽ പട അതിനെ എങ്ങനെ മറികടക്കും അല്ലെങ്കിൽ എങ്ങനെ അതിനെ പരിഹരിക്കുമെന്നുള്ള ഒരു ആശയക്കുഴപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.